ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ചിക്കൻ വർക്കാണ്. ചിക്കൻ കാരി വർക്ക്, അതായത് ലക്നൗ ചിക്കൻ കാരി വർക്ക് എന്നെല്ലാവരും കേട്ടിട്ടില്ലേ? അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ ഓരോ വർക്കുകളുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കാരി വർക്ക്, അതായത് ഈ ചിക്കൻ കാരി ഹാൻഡ് വർക്ക് അറിയപ്പെടുന്നപ്പോഴും ലക്നൗക്കാരുടെ സ്പെഷ്യൽ വർക്കായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്കത് ചെയ്ത് നോക്കിക്കൂടാന്ന്. അതൊത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് നേരത്തെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചിക്കൻ കാരി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് സാധിക്കുവാണെങ്കിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി ഒരു സാരി വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ സാരി സെയിൽ ചെയ്യുവാണോ അല്ലെങ്കിൽ ഈ സെയിൽ ചെയ്യുകയാണെങ്കിൽ എത്ര റേറ്റാന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് സ്വയം നമ്മുടെ യൂസിന് ചെയ്തെടുക്കാം എന്നല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി സെയിൽ ചെയ്യാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എത്ര ടൈമാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നതെന്നും അതേപോലെ ഇതിൻ്റെ കോസ്റ്റ് എത്ര പറയണമെന്ന് വെച്ചാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്കെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് ഒരുപാട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജസ് ഒക്കെ പറയാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ സാരി ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സാരി ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. കണ്ടോ, ഇതാണ് ഈ സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത്. കണ്ടോ, ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ചസ് ചെയ്യാം. അതേപോലെ ഡിസൈൻ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതിൽ വരച്ചിരിക്കുന്ന ഡിസൈൻ കൂടിയാണ് നിങ്ങളെ കാണിക്കുക കേട്ടോ. ഈ ഡിസൈൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ സാരി വാങ്ങുന്ന ടൈമിലാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. ഈ ഡിസൈനാണ് ഞാൻ ഇതിലേക്കായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ്റെ രണ്ട് സൈഡിലായിട്ട് ബോർഡർ വരച്ചിട്ടുണ്ട്. എപ്പോഴും ചിക്കൻ കാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോർഡർ ഉണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതാ ഈ ഡിസൈൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസൈൻ എപ്പോഴും നമ്മൾ നോർമലി വരയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരയ്ക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ചിക്കൻ കാരി വർക്ക് നമ്മൾ ബാക്ക് സൈഡിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനാണ് ഇതേപോലെ ഫിനിഷ്ഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ മോട്ടീവ്സ് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മുടെ ഏതെങ്കിലും കുർത്തിയോ അല്ലെങ്കിൽ സാരി ഉണ്ടെങ്കിൽ അത് ഇതേപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇത് ഞാൻ എൻ്റെ പ്രിൻ്ററിൽ ഡയറക്റ്റ് ഒരു കുർത്തി മടക്കി വെച്ചിട്ട് പ്രിൻ്റ് എടുത്താണ്. അപ്പോൾ ഇതേപോലത്തെ മോട്ടീവ്സ് ഇട്ട് ഇത് നമുക്ക് നമ്മുടെ സാരിയിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കുർത്തിയോ എന്താണെന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് 2-3 പിക്ചേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ അതാണ് സാരിയുടെ വിശേഷം. പിന്നെ ഈ സാരി ഫിനിഷ് ചെയ്തൊന്നും ഈ അടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ എപ്പോഴാണ് ഫിനിഷ് ആവുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കൂടി ഞാൻ ഈ സാരി ഒന്ന് വേറെ ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് കണ്ടു നോക്കാം. ഈ സാരി എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. മനസ്സിലാവാനായിട്ട് ഒത്തിരി വലുതാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വളരെ അടുത്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫ്രെയിം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് സ്ലോവിലാണ് ചെയ്യുന്നത്. പിന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവണം. അതേപോലെ ഞാൻ ഏത് ത്രെഡാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ നമ്പേഴ്സ് എന്തോരാണെന്നൊക്കെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പിടിച്ചിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, വൈറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ത്രെഡ് കുറച്ച് റഫായിട്ടാണ്, മറ്റ് ത്രെഡുകളുടെ അത്ര സോഫ്റ്റ് അല്ല, കുറച്ചുകൂടി സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതായിട്ട് യൂസ്ഡ് ആവും. അതുപോലെ തന്നെ 6 strands ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 strands ഡയറക്റ്റ് നീഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വളരെ ഈസിയാണ്, അതായത് ക്രോസ് പോലെയാണ് വരുന്നത്. ഇത് ഏകദേശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസിൽ അത് നമ്മൾ ബോർഡർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോർഡർ ലൈൻ ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്ക് ഡിസൈനിലേക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ബോർഡർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എപ്പോഴും വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാതെ സ്ലോ ആക്കി തന്നെ ഇതേപോലെ കാണാം. എന്നാലാണ് ആദ്യമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇത് സാരി ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും താഴത്തെ ഭാഗം കൂടി കാണാൻ പറ്റുന്നുണ്ട്.
സാരിയിൽ ഡിസൈൻ വച്ച് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോർണർ പോർഷനിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ഡിസൈനിലേക്ക് വർക്ക് ചെയ്യാം. അതല്ല അത്ര കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ വരയ്ക്കുന്ന ഡിസൈനിലേക്കും ഈ വർക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതേപോലെ ഫ്രെയിം വെക്കുന്ന സമയത്ത് നമ്മളൊരു ക്ലോത്ത് സാരിയിൽ അടിച്ചു പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സാരി ഹോൾഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഈ സാരിയുടെ ബോർഡറിൻ്റെ ഫുൾ ലെങ്ത്തിലേക്ക് ഞാൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രെയിം വെക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം. അതായത് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ റിയൽ സൈഡ് ഏതാ വരുന്നതെന്ന് വെച്ചാൽ അതും കാണിക്കാം. ഇതേപോലെ ആട്ടോ വരുന്നത്, നല്ല ഭംഗിയായിട്ട് ക്രോസ് പോലെ വരും. ഇതാണ് ചിക്കൻകാരി വർക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ഒന്ന് ചെയ്ത് നോക്കുക. അത് ഡൗട്ട്സ് ഏകദേശം ക്ലിയർ ആയതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ത്രെഡ് കാണിക്കാം. ഇതാ ഈ കാണുന്ന വൈറ്റ് ത്രെഡാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഡിസൈൻ കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ത്രെഡ് എടുക്കാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ലെങ്ത്തിലുള്ള ത്രെഡ് എടുത്താൽ മതി. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം കെട്ടുപിടിക്കാതെ നമുക്ക് ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഈ സ്ട്രെയിറ്റ് ലൈൻ ഏകദേശം ഫ്രെയിമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിനോട് ചേർന്ന പോർഷൻ വരുമ്പോഴേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ മാത്രം ഫ്രെയിം മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ത്രെഡ് ഒന്ന് ടൈ ചെയ്യാം. നോർമലി ചിക്കൻകാരി വർക്കിൽ ബാക്കിൽ ടൈ ചെയ്യാറില്ല ഞാൻ, പക്ഷേ എൻ്റെ സാരി ആയതുകൊണ്ടും പിന്നെ റഫ് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ ടൈ ചെയ്യുവാണ്, പെട്ടെന്നൊന്നും അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോർമലി ടൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടൈ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു ലീഫ് പോലത്തെ ഒരു ഡിസൈൻ ഇവിടെ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇത് നമുക്ക് ഈ സെയിം 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം നൂല് കോർത്ത് ഒരു സൈഡിൽ കൂടെ എടുക്കേണ്ടി വരും, ഊരി പോവാതിരിക്കാനായിട്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു നോർമൽ ചിക്കൻകാരി വർക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്യാറുണ്ടെന്ന്. പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് നോട്ട് ഇട്ടിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കുറച്ച് എൻ്റെ വർക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഈ സാരി എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് എൻ്റേതായ കുറച്ച് കാര്യങ്ങളും മാറ്റങ്ങളും വരുത്തിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഏത് ഡിസൈൻ ആണെങ്കിലും ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് ഏകദേശം യുണീക്കായിട്ടുള്ള സ്ട്രോക്സ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരേ ലെങ്ത്തിൽ വരുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മളിതിൻ്റെ റിയൽ സൈഡ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നെക്സ്റ്റ് വരാവുന്നൊരു ഡൗട്ടാണ് സ്റ്റെം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ ചിക്കൻകാരി വർക്കിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് ആ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെം സ്റ്റിച്ചും ഇതിൻ്റെ ബാക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ശരിക്കും ചിക്കൻകാരി വർക്കിൽ നമ്മൾ സ്റ്റിച്ച് വരുന്ന പോലെ സെയിം അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതും കൂടി ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് തിരിച്ച് കാണിക്കായത്. കറക്റ്റായിട്ടുള്ള സൈഡ് കാണുവാണെങ്കിലാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊന്ന് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഇതാ നമ്മുടെ ഡിസൈൻ ചെയ്ത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാ സാരിയുടെ ബോർഡറിൽ ഒരു ബോർഡർ പോലെ അടിച്ചു പിടിപ്പിച്ചിരിക്കുന്ന കാണാം നിങ്ങൾക്ക്. കണ്ടോ, ഞാൻ ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഡിസൈൻ വരച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ബോർഡർ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിം ഇടുന്ന സമയത്ത് നല്ല വൃത്തിയിൽ ഫ്രെയിം ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ബോർഡർ പിടിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സാരിയുടെ സൈഡ് വശം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രെയിം വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇതേപോലെ ക്ലോത്ത് നമ്മൾ കുറേ നീളത്തിൽ പിടിപ്പിക്കുന്നത് കേട്ടോ. എവിടേക്കാണോ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലെല്ലാം ഇതേപോലെ ക്ലോത്ത് പിടിപ്പിക്കുക. അതേപോലെ ഡിസൈൻ വരയ്ക്കുന്നതാണ് ഇനി അടുത്ത ഡൗട്ട് തോന്നുന്നത്. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീത്ത വശത്താണ് ഡിസൈൻ വരയ്ക്കുന്നത്. നോർമലി നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി വരയ്ക്കുന്ന സമയത്ത് നല്ല പോർഷൻ ഏതാണോ അവിടെയാണ് വരയ്ക്കുന്നത്. എന്നാൽ ഈ
ചിക്കൻ കാരി വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് താഴെ വരുന്ന ഭാഗമൊക്കെ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ സാരി ഒന്ന് ഉടുത്ത് നോക്കുക. എന്നിട്ട് ബാക്ക് സൈഡ് എവിടെയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഡിസൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ. കണ്ടോ, ഈ ഡിസൈനാണ് ഞാൻ ഇതിൽ വരച്ചിരിക്കുന്നത്. അതപ്പോൾ വരയ്ക്കേണ്ടത് ചീത്തവശത്ത്, അപ്പോൾ അത് മേളിൽ വന്ന വിധത്തിലായിട്ട് വെക്കുക. കണ്ടോ, എന്നിട്ട് അതിൻ്റെ മേളിലാണ് ഞാനിങ്ങനെ ഡിസൈൻ ട്രാൻസ്പെറൻ്റ് ആണ്, കാണാൻ പറ്റിയ വിധത്തിൽ വെക്കുന്നു. എന്നിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഈ മാർജിൻ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. എന്നിട്ട് നടുക്കിലുള്ള ഡിസൈൻ കൂടി നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അതേപോലെ വരച്ച ഡിസൈൻസാണ് ഇതൊക്കെ. ഇതെല്ലാം നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം. സാരി എപ്പോഴും അയൺ ചെയ്ത് നല്ല സ്റ്റഡി ആക്കിയിട്ട് വേണം ഡിസൈൻ വരയ്ക്കാനായിട്ട് കേട്ടോ. ചിക്കൻ കാരി വർക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ വർക്കായിട്ട് കരുതുക. എന്നിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സാരി നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് എഴുതി അറിയിക്കുക. എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും. അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.